ഈ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി, നമസ്കാരം, ഞാൻ വിട്ടുപോയി പറയാൻ. മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി അർജുൻ്റെ കാര്യം വന്നപ്പോൾ ലോറി ഡ്രൈവർ, ലോറി ഓടിച്ചു വന്ന കർണാടകയിൽ നിന്ന് ലോറി ഓടിച്ചു വന്ന അർജുൻ ആ മലവെള്ളപ്പാച്ചലിനകത്ത് നദിയിൽ പെട്ടുപോയി, നദിയിൽ മുങ്ങിത്താന്ന് അത് മരിച്ച് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞ ന്യൂസ്. അപ്പോൾ അന്നും അവൻ കുഴിക്കാൻ നടക്കുമായിരുന്നു. അവൻ പറയുന്ന സ്ഥലങ്ങളെല്ലാം കുഴിക്കും, ഗവൺമെൻറ്റിനെ കൊണ്ട് കുഴിപ്പിക്കുമായിരുന്നു അവൻ അന്ന് ചെയ്തത്. അങ്ങനെ കുഴി എന്നുള്ളൊരു പരിപാടിയാണ് അവന്. അത് കഴിഞ്ഞ് അവൻ കുറേ ഫേമസായി മാറി. പാവപ്പെട്ട ഒരു കുടുംബത്തിന് നാണം കെടുത്തി സമൂഹത്തിന് മുൻപിൽ. ആ കുടുംബം അവനെതിരായി മാറി. അവൻ കുറേ പണം ഉണ്ടാക്കി അതിൻ്റെ മേലെ. ഇപ്പോൾ അവന് ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് ആ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ അവനും കുഴിപ്പീര് കിടക്കുക. അവൻ്റെ പണി ഈ കുഴിക്കൽ മാത്രമേ ഉള്ളൂ, കുഴിപ്പീര്. ഗവൺമെൻറ്റിൻ്റെ കാശ് മുടക്കി കുഴിപ്പ്. ഈ മറ്റേ മോനെയൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് കുഴിപ്പിക്കുന്ന സ്ഥലത്ത് ആ കുഴിക്കുന്നതിൻ്റെ ചിലവുകളും അതിന് എത്ര രൂപ ചിലവ് വരുന്നു അതെല്ലാം ഇവൻ്റെ കയ്യിൽ മേടിക്കുകയും വേണം, ഇവനെയൊക്കെ പിടിച്ച് ജയിലിലിടുകയും വേണം. ഇവനൊക്കെ ഒരു നല്ലൊരു സ്ഥലം, നല്ലൊരു ശിവക്ഷേത്രം, അത് തകർക്കുന്നതിന് വേണ്ടി ഇവനൊക്കെ ചെയ്യുന്ന ഈ കാര്യം, ഇവൻ ഇത്രയും വേണ്ടി ഇവൻ്റെ നിലപാടുകൾ അവൻ പറയുന്നത് അവനോരോ വ്യക്തികളെ പോയി സംസാരിച്ച് ക്ലിയറായിട്ട് അറിഞ്ഞ കാര്യങ്ങളാണ് അവിടെ 1000-ൽ പരം 5000-ൽ പരം, പിന്നെ അത് 100 പരമായി. പിന്നെ അതിപ്പോൾ ആളുകൾ ആരുമില്ല, ആളുകളെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഗവൺമെൻറ്റിനെ കൊണ്ട് അവിടെ എല്ലാം കുഴിപ്പിക്കുക. അവൻ്റെ പണി മൊത്തം ഈ കുഴിപ്പീരാണ്. കുഴിപ്പിക്കുക, ഇതാണ് അവൻ്റെ പണി. എവിടെ വേണമെങ്കിലും അവൻ കുഴിപ്പിച്ചോട്ടെ, പക്ഷേ അതിൻ്റെ കാശ് അവൻ മുടക്കണം. ഇനി അവൻ അടുത്ത ഉടായ്പായിട്ട് വരും വേറൊരിടത്ത് കുഴിപ്പിക്കാനായിട്ട്. ഇവനെയൊക്കെ പിടിച്ചാൽ കുഴിയിലിട്ട് മൂടുക ചെയ്യേണ്ട. ഇവനൊക്കെ ഗവൺമെൻറ്റിൻ്റെ പണം നശിപ്പിക്കുന്നതിനെതിരെ ഇതിനെയൊക്കെ കേസെടുക്കുകയും വേണം, അത്രയും പണം തിരിച്ചു പിടിക്കുകയും വേണം, ഇവനെയൊക്കെ പിടിച്ച് ജയിലിലിടുകയും വേണം. ഈ കുഞ്ഞുങ്ങൾ എന്തോ പറയുന്നത്, സുഡാപ്പി കുഞ്ഞുങ്ങൾ, ഇവനൊക്കെ എന്തോ ആവശ്യമാണ് നമ്മളുടെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി. എന്തെല്ലാം വെറുപ്പുകൾ, ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഇവനൊക്കെ അന്യായമായ വീഡിയോകൾ ചെയ്ത് ഫേസ്ബുക്കിലിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല ഈ ചെയ്യുന്നത്. ഈ മനാഫ് വലിയൊരു നന്മപരമാണ്. എവിടുത്തെ നന്മപരമാണ്? ഇവനെതിരെ നമ്മളെല്ലാം പ്രതികരിക്കേണ്ടതാണ്, നമ്മൾ ഹിന്ദുക്കളെല്ലാം പ്രതികരിക്കുകയാണെന്ന കാര്യം. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ തകർക്കുന്നതിന് വേണ്ടി ഇവന്മാർ കൂട്ടം കൂടി ഇറങ്ങിയിരിക്കുകയാണ്. ഇവനെതിരെ നിയമപരമായിട്ട് നമ്മൾ പോരാടുക തന്നെ വേണം.